WH Auden എഴുതിയ രണ്ട് പോയംസ്, ദ അൺനോൺ സിറ്റിസൺ പിന്നെ ദ ഏജ് ഓഫ് ആൻസൈറ്റി. ഇത് രണ്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദി അൺനോൺ സിറ്റിസൺ ആദ്യം നമുക്ക് നോക്കാം. ബേസിക് ഡീറ്റെയിൽസ്. WH Auden എഴുതിയതാണ്, 1939 എഴുതിയതാണ്. സറ്റൈറിക്കൽ, ഐറണിക് ആൻഡ് ഡിറ്റാച്ച്ഡ് പോയം ടോൺ ആണ്. ഫ്രീ വേഴ്സ് വിത്ത് മോക്ക് ഒഫീഷ്യൽ ടോൺ ആണ് ഫോം. റിസംബിൾസ് എ ഗവൺമെന്റ് റിപ്പോർട്ട് ഫോർ ഒബിറ്ററി. അതാണ് സ്റ്റൈൽ. സമ്മറിയിലേക്ക് പോകാം. സ്റ്റാൻസ 1, ലൈൻസ് 1 to 5. സ്പീക്കർ ഒരു ഗവൺമെന്റിലെ ഒരു ബ്യൂറോക്രാറ്റിക് വോയിസ് ആണ്. ബിഗിൻസ് വിത്ത് സേയിങ് ദാറ്റ് സിറ്റിസൺ വാസ് statistically perfect. He never did anything wrong. No one ever complained about him. All official records prove that he was a model citizen in terms of behavior and social complaints. അപ്പോൾ ഒരു അൺനോൺ സിറ്റിസനെ കുറിച്ചാണ് പറയുന്നത്. Probably spoken by a government or bureaucratic voice. ഈ മോഡൽ സിറ്റിസൺ ടിപ്പിക്കൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി പെർഫെക്റ്റ് ഉള്ള പേഴ്സൺ ആണ്. ഹി നെവർ ഡിഡ് എനിത്തിങ് റോങ്. അദ്ദേഹത്തിനെ കുറിച്ച് ആരും ഒരു കംപ്ലൈന്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആൻഡ് ഓൾ ഒഫീഷ്യൽ റെക്കോർഡ്സ് സേ ദാറ്റ് ഹി ഈസ് എ മോഡൽ സിറ്റിസൺ, മോറലി ആയാലും സോഷ്യലി ആയാലും. സ്റ്റാൻസ 2, ലൈൻസ് 6 to 11. Satirically called a saint, not in spiritual sense, but because he always conformed. He served the greater community by fitting in, not making trouble, and doing what he was expected of. Stanza 3, lines 12 to 18. A stable job ഉണ്ടായിരുന്ന ഈ അൺനോൺ സിറ്റിസന് he never got fired and was appreciated by his company. ഒരു യൂണിയനിൽ ബിലോങ് ചെയ്തിരുന്ന ആളായിരുന്നു, which suggested he follows labor norms and never rebelled. അപ്പം പറയുന്ന നോംസ് എല്ലാം അല്ലെങ്കിൽ ഈ യൂണിയനിലെ ലേബർ നോംസ് എല്ലാം ഇദ്ദേഹം ഫോളോ ചെയ്തിരുന്നു. and never rebelled. He had a proper insurance, a sign of good citizenship and system participation. Stanza 4, lines 19 to 25. ഒരു നോർമൽ സോഷ്യൽ ലൈഫ് ഉണ്ടായിരുന്ന അൺനോൺ സിറ്റിസന് enjoyed a drink with friends and was friendly. He read the newspaper daily, indicating that he stayed informed. ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാൾ, റെഗുലർലി വായിക്കുന്ന ഒരാൾ ഇൻഫോംഡ് ആയിരിക്കും എപ്പോഴും. His reactions to advertising were appropriate, meaning he consumed like a good citizen. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയൊക്കെ പറഞ്ഞാലും ഒരു ഗുഡ് സിറ്റിസൺ ആയിരുന്നു ദ അൺനോൺ സിറ്റിസൺ. Stanza 5, lines 26 to 30. Government records പറയുന്നത് he was well insured and was healthy. He used public health service efficiently and recovered a mark of productive, manageable citizen. ഒരു രാജ്യത്തിന് ഒരു നേഷന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആണ് ഈ അൺനോൺ സിറ്റിസൺ എന്നാണ് പറയുന്നത്. Stanza 6, lines 31 to 34. Purchases ചെയ്തിരുന്നു on installment plans, a sign of being financially responsible and a good consumer. ഒരു ഗുഡ് കൺസ്യൂമർ ആയിരുന്നു, അതുപോലെ തന്നെ ഫിനാൻഷ്യലി റെസ്പോൺസിബിൾ സിറ്റിസൺ ആയിരുന്നു. He had everything necessary for a modern man. ഫോണോഗ്രാഫ്, റേഡിയോ, കാർ, റെഫ്രിജറേറ്റർ എല്ലാം ഉണ്ടായിരുന്ന ഒരു മോഡേൺ മാൻ ആയിരുന്നു ദ അൺനോൺ സിറ്റിസൺ. Final lines 35 to 40. Speaker ends with dry irony. ഇപ്പോൾ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ്. Was he happy? Was he free? Are dismissed as irrelevant or absurd. ഒരു മോഡേൺ മാൻ ഒരു നേഷന്റെ പെർസ്പെക്റ്റീവ് നോക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് സിറ്റിസൺ ആയിരുന്നു. ബട്ട് ആസ് ആൻ ഇൻഡിവിജ്വൽ വാസ് ഹി ഹാപ്പി, was he free എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. because it is considered irrelevant or absurd. The state assumes that if he wasn't happy or free, it would have been noted in a report. ഒരു നേഷന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് he was a perfect citizen as we mentioned earlier. പക്ഷേ ആസ് ആൻ ഇൻഡിവിജ്വൽ എങ്ങനെയാണ് പറയാൻ പറ്റില്ല. അപ്പോൾ സ്റ്റേറ്റ് അസ്യൂം ചെയ്തത് if he wasn't happy, അദ്ദേഹം ഹാപ്പിയോ ഫ്രീയോ അല്ലായിരുന്നെങ്കിൽ സ്റ്റേറ്റ് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തേനെ, which is chilling commentary on how the system measures only what can be recorded, not what is felt. ഒരു ഇൻഡിവിജ്വൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നല്ല സിസ്റ്റം ഗവൺമെന്റ് സിസ്റ്റംസ് റെക്കോർഡ് ചെയ്യുന്നത്. തീംസിലേക്ക് പോകാം. കൺഫോമിറ്റി വേഴ്സസ് ഇൻഡിവിജ്വാലിറ്റി. Citizen conforms perfectly to societal expectations but loses all individuality in the process. ഒരു നേഷന് വേണ്ട പെർഫെക്റ്റ് സിറ്റിസൺ ആവാനായിട്ട് ഈ അൺനോൺ സിറ്റിസൺ പ്രയത്നിക്കുന്നുണ്ട്. ബട്ട് ഹി ലൂസസ് ഓൾ ഇൻഡിവിജ്വാലിറ്റി. അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വാലിറ്റി, അദ്ദേഹം സ്വയം ആരായിരുന്നു എന്നുള്ളത് അദ്ദേഹം ലൂസ് ചെയ്യണം. Dehumanization in modern society. Poem critics how government systems reduce people to data points and roles rather than seeing them as complex individuals. ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സ്കിന്നും ഫ്ലഷും ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കാണാതെ ഒരു ഡേറ്റ പോയിന്റ്സ് ആയിട്ടല്ലേ അങ്ങനെയുള്ള റൂൾസിലേക്ക് അപ്പോയിന്റ് ചെയ്യാണ് അല്ലെ പ്രഷറൈസ് ചെയ്യാണ് ദ ഗവൺമെന്റ്. Irony of surveillance and control. Despite knowing everything about him on paper, the system misses the core human truths, his thoughts, desires and emotions. വൈറ്റ് പേപ്പറിൽ ലീഗൽ പേപ്പേഴ്സിൽ അദ്ദേഹം ഒരു പെർഫെക്റ്റ് സിറ്റിസൺ ആണ്. ബട്ട് ആസ് എൻ ഇൻഡിവിജ്വൽ അദ്ദേഹത്തിന്റെ തോട്ട്സോ ഡിസയേഴ്സോ ഇമോഷൻസോ ഒന്നും ഈ ഗവൺമെന്റ് റിപ്പോർട്ടിൽ നോട്ട് ചെയ്തിട്ടില്ല.
Satire of bureaucracy and modernity. Poem mimics the language of reports and propaganda, exaggerating it to expose its soullessness. Techniques and devices. Satire and irony. Order ഒരു dry report like tone ആണ് യൂസ് ചെയ്തിരിക്കുന്നത് to highlight the absurdity of measuring human worth through statistics. Impersonal language. ഒരു ഈ സിറ്റിസന് ഒരു നെയിം കൊടുത്തിട്ടില്ല. ഈസ് നെവർ നെയിം, ഈസ് റെഫർഡ് ടു ബൈ എ കോഡ് എംഫസിസിങ് ദ ലാക്ക് ഓഫ് പേഴ്സണൽ ഐഡന്റിറ്റി. അപ്പൊ ഇവിടെ പേരില്ല, ഒരാളുടെ ഐഡന്റിറ്റി തന്നെ അയാളുടെ പേരാണ്. ആ പേരില്ലാത്ത സ്ഥിതിക്ക് he lacks personal identity. Allusion to the tomb of unknown soldier. ടൈറ്റിൽ എന്താണ് പറയുന്നത്? The concept of honoring an unknown soldier, suggesting that ordinary lives also go unexamined, unnamed or uncelebrated. Symbolism നോക്കാം. Byzantium represents a world of eternal artistic and spiritual perfection, contrasting with transient physical world. The golden bird symbolizes immortal art, artificial, crafted and everlasting. The tattered coat, a metaphor for the aging human body, frail and without purpose, without the soul. അടുത്തത് The Age of Anxiety ആണ്. അതും W.H. Auden തന്നെ എഴുതിയതാണ്. ബേസിക് ഇൻഫർമേഷൻ നോക്കാം. 1947 എഴുതിയതാണ്. ഒരു ക്ലാസിക്കൽ പോയറ്റിക് ഡയലോഗ് ആണ് ഫോം. ജോണർ ഫിലോസഫിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് മോഡേണിസ്റ്റ് പോയം ആണ്. ഡിവൈഡഡ് ഇൻറ്റു 6 പാർട്സ്, റിട്ടൺ ഇൻ അലിറ്ററേറ്റീവ് വേഴ്സ്. ഓൾഡ് ഇംഗ്ലീഷ് പോയട്രി ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റിംഗ് നോക്കാം. ഒരു ബാർ ഇൻ ന്യൂയോർക്ക് സിറ്റി ഡ്യൂറിംഗ് ദ 1940s. വൺ ഈവനിങ്ങിൽ നടക്കുന്നതാണ്. ബിഗിനിങ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് മീറ്റിംഗ് ആൻഡ് എൻഡ്സ് വിത്ത് ദം പാർട്ടിംഗ് വേസ്. അപ്പോൾ ഈ ഈവനിങ്ങിൽ സ്ട്രേഞ്ചേഴ്സ് രണ്ടുപേരും മീറ്റ് ചെയ്യാണ്. പോയം എൻഡ്സ് with them parting ways. Why it matters? Auden's ഈ poem, The Age of Anxiety, coined the phrase of Age of Anxiety, which has become a label for the emotional and philosophical climate of 20th century. 20th centuryയിലെ ഇമോഷണൽ ആൻഡ് ഫിലോസഫിക്കൽ ക്ലൈമറ്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഏജ് ഓഫ് ആൻസൈറ്റി എന്നുള്ള ടൈറ്റിൽ വന്നിരിക്കുന്നത്. It reflects the existential crisis faced by individuals in the aftermath of 2 world wars. അപ്പോൾ 2 വേൾഡ് വാർസ് നടന്നു, ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു, ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ വാല്യൂസ്. ഇതിനെല്ലാം ശേഷം എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഫേസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ്, അതാണ് ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്. It is difficult by rewarding blending modernist technique with classical form and psychological depth. മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയെന്ന് നോക്കാം, അല്ല പ്രൊട്ടഗോണിസ്റ്റ് ആരൊക്കെയെന്ന് നോക്കാം. Quant, ഒരു കനേഡിയൻ മെഡിക്കൽ ഇന്റലിജൻസ് ഓഫീസറാണ്, റെപ്രസെന്റിംഗ് റാഷണലിസം ആൻഡ് സയൻസ്. മാലൻ, ഒരു നേവൽ ഇന്റലിജൻസ് ഓഫീസറാണ്, ഫിലോസഫിക്കൽ ആൻഡ് സെൽഫ് അവെയർ ആണ്. റോസെറ്റ, ഒരു യങ് വുമൻ, സെൻസിറ്റീവ് ആൻഡ് റൊമാൻറ്റിക്. എംബിൾ, ഒരു യങ് മാൻ, ഇൻസെക്യൂർ ആൻഡ് ഐഡിയലിസ്റ്റ്. ഈ ക്യാരക്ടേഴ്സ് ആർക്കിടൈപ്സ് ആണ് ഓഫ് മോഡേൺ ഇൻഡിവിജ്വൽ സെർച്ചിങ് ഫോർ മീനിങ് ഇൻ ഡിസോറിയന്റഡ് പോസ്റ്റ് വാർ വേൾഡ്. തീംസിലേക്ക് പോവാം. മോഡേൺ ഏലിയനേഷൻ. ഈ ഇൻഡിവിജ്വൽസ് feel lost, fragmented and disconnected in a mechanized impersonal world. Search for meaning. Poem explores the human desire to find spiritual and existential purpose. Psychological anxiety. Inner anxiety of post-war society ആണ് depict ചെയ്യുന്നത്. Fear, uncertainty, identity crisis etc. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരു post-war societyയിലെ ആൾക്കാരിലെ inner anxieties ആണ്. Loss of faith. Traditional sources of meaning. Religion, community, certainty ഇതെല്ലാം post-war ഇല്ലാണ്ടാവാണ്. നോ ലോങ്ങർ പ്രൊവൈഡ് കംഫർട്ട്. ഇപ്പം ഒരു മോഡേൺ വേൾഡ് ആണ്, ഇവിടെ ഇതൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഹോപ്പ് ആൻഡ് ഡിസ്പെയർ. Though the tone is bleak, there's a subtle hint that awareness and honesty might lead to healing. അപ്പോൾ ഇതൊരു ഇൻജോർഡ് വേൾഡ് ആണ്, അവിടെ ഹീലിംഗ് ഉണ്ടാവണമെങ്കിൽ അവയർനെസ് ആൻഡ് ഓണസ്റ്റി ഉണ്ടെങ്കിൽ പറ്റുമായിരിക്കും എന്നൊരു സട്ടിൽ ഹിന്റ് കൊടുക്കുകയാണ്. സമ്മറിയിലേക്ക് പോവാം. പ്രൊലോഗ്. അപ്പം സെറ്റിംഗ് ദ ടോൺ ആണ്. The 4 characters made by chance in a bar. നമ്മൾ ആദ്യം പറഞ്ഞ 2 പേരാണ്, 2 പേരല്ല 4 പേരാണ്. They are strangers but a shared feeling of loneliness and alienation draws them into conversation. അപ്പോൾ ഇവര് ഈവനിങ്ങിൽ ബാറിൽ മീറ്റ് ചെയ്യാണ്. അവർ സ്ട്രേഞ്ചേഴ്സ് ആണ്, ബട്ട് ഷെയർഡ് ഫീലിംഗ് ഓഫ് ലോൺലിനെസ്സും ഏലിയനേഷനും അവരെ കോൺവെർസേഷനിലേക്ക് ലീഡ് ചെയ്യുകയാണ്. സിറ്റി ഔട്ട്സൈഡ് ഇസ് ഡെപിക്റ്റഡ് ആസ് chaotic, reflecting the characters' inner confusion. The 7 Ages, introspective monologues ആണ്, inspired by Shakespeare's 7 Age of a Man. എല്ലാ ക്യാരക്ടറും റിഫ്ലക്ട് ചെയ്യാണ് the stages of life, identity and disillusionment. This section is deeply philosophical, showing how modern individuals struggle to find a purpose in world that no longer offers clear moral or spiritual guidance. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു പോസ്റ്റ് വാർ വേൾഡിൽ ക്ലിയർ മോറൽ ഓർ സ്പിരിച്വൽ ഗൈഡൻസ് ഇല്ലാത്ത ഒരു അവസ്ഥ, അതിൽ
they are struggling to find purpose in life. The 7 stages എന്തൊക്കെയാണ് shared dreamlike journey ആണ്. The characters imagine that they are on a symbolic journey through a surreal landscape representing human history and consciousness. അവര് images of war, religion, fear and isolation ഇതൊക്കെ imagine ചെയ്യാണ് അല്ലെ confront ചെയ്യാണ്. It highlights the fragmentation of modern life. People have lost connection to themselves and others. അപ്പോൾ മോഡേൺ ലൈഫിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള കണക്ഷനും മറ്റുള്ളവരുമായിട്ടുള്ള കണക്ഷനും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ട്രഡീഷണൽ വേ ഓഫ് ലീവിങ് അല്ല ഇപ്പോൾ, മെക്കനൈസ്ഡ് വേ ഓഫ് ലീവിങ് ആണ്. The Dirge, a lament, somber reflection on death, loss and the human condition. ഈ characters expresses despair over meaningless of nature of modern existence. ഒരു sense of grief ഉണ്ട് for the loss of faith, innocence and unity. The Mask ഒരു പാർട്ടി സീനാണ്. ക്യാരക്ടേഴ്സ് ലീവ് ദ ബാർ ആൻഡ് ഗോ ടു എ പാർട്ടി. അപ്പൊ ഈ പാർട്ടി ബാർ കഴിഞ്ഞിട്ട് പാർട്ടിയിലേക്ക് പോവാണ്. മാസ്ക് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ഹൈഡ്സ് ട്രൂ ഇമോഷണൽ സ്റ്റേറ്റ്സ്. അപ്പം ഇവര് ബാറിൽ നിന്ന് പാർട്ടിയിലേക്ക് പോവാണ്. അവർ ഒരു സോഷ്യൽ ബീയിങ് ആണ് ഈ ഒരു സാഹചര്യത്തിൽ. സോ ദ മാസ്ക് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ മാസ്ക് ഇട്ടിട്ടുണ്ടെങ്കിലും ദേ ആർ ഹൈഡിങ് ദ ട്രൂ ഇമോഷണൽ സ്റ്റേറ്റ്സ്. അവരുടെ ട്രൂ ഇമോഷൻസ് ഹൈഡ് ചെയ്തുകൊണ്ടാണ് അവർ ആ മാസ്ക് എടുത്തിട്ടിരിക്കുന്നത്. There is a dissonance between outer appearance and inner turmoil. പുറത്ത് എത്ര ഹാപ്പി ആണെന്ന് കണ്ടാലും അകത്ത് അവർ ടെർമോയിലാണ്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആവശ്യം. പുറത്ത് നമ്മൾ ഹാപ്പിനെസ് കാണിക്കും, പക്ഷെ ഇന്നർ കോൺഫ്ലിക്ട്സ് നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എംബിൾ ഇമാജിൻസ് ഹിംസെൽഫ് ആസ് ഹീറോയിക് ഫിഗർ ബട്ട് ഇസ് ഫീലിംഗ് ആൻഡ് ഡെല്യൂഷൻ. എംബിൾ എന്ന് പറഞ്ഞ ആള് ഇമാജിൻസ് ഹിംസെൽഫ് ആസ് എ ഹീറോയിക് ഫിഗർ, പക്ഷെ അതൊരു ഡെല്യൂഷൻ ആണെന്നുള്ളതാണ് പറയുന്നത്. എപ്പിലോഗ് നോക്കാം. റിട്ടേൺ ടു റിയാലിറ്റി. പാർട്ടി എൻഡ് ചെയ്യാണ്. ദീസ് ക്യാരക്ടേഴ്സ് ഗോ സെപ്പറേറ്റ് വേസ് അൺചേഞ്ച് ബട്ട് മോർ സെൽഫ് അവെയർ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും യൂണിഫൈഡ് പ്രശ്നമായിരുന്നു. അവർക്ക് ലോൺലിനെസ് ആണ് ഫീൽ ചെയ്തിരുന്നത്. അതിലും മെക്കാനിക്കലായിട്ടാണ് പെരുമാറിയിരുന്നത്. ബട്ട് നൗ ദേ സെപ്പറേറ്റ് വേസ് അൺചേഞ്ച് ബട്ട് മോർ സെൽഫ് അവെയർനെസ് അവർക്ക് കൂടിയിട്ടുണ്ട്. The poem ends not with resolution but with the recognition of the difficulty of finding meaning in modern age. മോഡേൺ ഏജിൽ മെക്കനൈസ്ഡ് ആയിട്ടല്ലാതെ ഒരു മീനിങ് ലൈഫിൽ കണ്ടെത്താനായിട്ടുള്ള സ്ട്രഗിൾ ആണ് ഇവിടെ പറയുന്നത്.